ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു അര പച്ചമുളക്, ഒരു ചെറിയ ഉണ്ട പുളി. അപ്പോൾ ഇത് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു തക്കാളി ചട്നിയാണ്. ഇപ്പം തക്കാളി ഒരു വലിയ തക്കാളിയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മിക്സിയിലോട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. പുളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം, നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എരിവ് വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ 2 മുളക് കൂടൊക്കെ ഇടാം. അപ്പം നമുക്കിത് അടിച്ചെടുക്കാം. ഇതാ ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കടു വറുക്കാം. ഇവിടെ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കടു വറുക്കാൻ വെച്ചിട്ടുണ്ട്. മുളകും ഇട്ടിട്ടുണ്ട്. നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ ഗ്രീൻ പീസ് മുട്ട ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ്. അപ്പോൾ കുറച്ച് കറി മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തക്കാളി കറി ഉണ്ടാക്കാമെന്ന്. പെട്ടെന്ന് കുറച്ചൊന്ന് ഒഴിക്കാനും പിന്നെ ഇതുകൂടെ ഉണ്ടെങ്കിൽ ചപ്പാത്തിക്ക് അത് മതി. ഇവിടെ കടു വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ തക്കാളി ചട്നിയിലോട്ട് ഇത് ഒഴിക്കാം. ഇത് ഉപ്പൊക്കെ ചേർത്താണ് ഞാൻ അരച്ചത്. ഉപ്പ് പറയാൻ ഞാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡിയാണ്. പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറി വേണമെന്ന് വെച്ചാൽ ഈ തക്കാളി ചട്നി നമുക്ക് ഉണ്ടാക്കാം. കടു വറുത്തൊഴിച്ച് ചൂടാക്കിയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് ഗ്രീൻ പീസ് മുട്ട ഫ്രൈയും ചപ്പാത്തിയും.